വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ചെറിയ ഓണത്തിൻ്റെ വ്ളോഗാണ് കേട്ടോ. ഈ വർഷം ഞാൻ നന്നായിട്ട് ഓണം സെലിബ്രേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം അടിച്ച് പൊളിച്ച് ഞാൻ ഓണം സെലിബ്രേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഇതാണ് ആ മോർണിംഗിൻ്റെ എണീറ്റപ്പോഴുള്ള കാഴ്ച വരുന്നത് കേട്ടോ. പാത്തു എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു പാത്തുവിന് എങ്ങനെയാണ് ഹെയർ കെട്ടി കൊടുക്കാറ്, ആൾ ഇരിക്കാറുണ്ടോ എന്നൊക്കെ കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പാത്തുവിന് എടുത്താറ്. അവൾക്ക് വേണ്ട ഐറ്റംസൊക്കെ കൈ കൊടുത്താൽ മാത്രമേ അവൾ അങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കെട്ടിക്കഴിയുമ്പോഴേക്കും ബെഡ് ഇതുപോലെ അലമ്പായിട്ടുണ്ടായിരിക്കും. എന്നാലും വീട്ടിലാന്ന് വിചാരിച്ച് ഞാൻ കെട്ടിക്കൊടുക്കും. അവളുടെ മൂഡിനനുസരിച്ചൊക്കെ ഞാൻ കെട്ടിക്കൊടുക്കാറ്. നല്ല മൂടാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ ആ ഒരു ഡിസൈനിൽ ഞാൻ കെട്ടിക്കൊടുക്കും. അല്ലാത്തപ്പോൾ എന്തെങ്കിലും തരികിട വെച്ചിട്ട് ഞാൻ അതിന് ഞാൻ കെട്ടിക്കൊടുത്ത് ഒഴിവാക്കുകയും ചെയ്യാറ് സാധാരണ ഉണ്ടായിട്ടുണ്ടാവുന്നത്. പാത്തുവിന് നല്ല മൂടാന്നുണ്ടെങ്കിൽ പാത്തു ഈ കളഞ്ഞതൊക്കെ എടുത്തു വയ്ക്കാൻ സഹായിക്കട്ടാ. ഇല്ലാത്ത സമയത്ത് ഇതുപോലെ കിടന്നിട്ട് ഇങ്ങനെ ഓരോരോ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് ദിവസം മോർണിംഗിൽ എൻ്റെ വീട്ടിലുണ്ടാവാറ്. പാത്തുവിൻ്റെ മുടി വെട്ടാനായിട്ട് ഉമ്മ കുറേ ആയിട്ട് പിന്നാലെ നടക്കുന്നത്. ഞാൻ വെട്ടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള തരികിടൊക്കെ കാണിക്കുന്നത്. അതാകുമ്പോൾ കെട്ടി വെച്ചാൽ മുഖത്തോട്ട് വരൂലല്ലോ. അപ്പോൾ പിന്നെ ഉമ്മ മുടി വെട്ടാനും പറയില്ല. അപ്പോൾ അതിനാട്ടോ ഞാൻ ഈ തരികിട വെക്കുന്നത്. അപ്പോൾ ഞാനിതാ എൻ്റെ ഫോട്ടോ സ്വന്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അവിടെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പാത്തുവിനെ കൊണ്ട് ഞാൻ പറയാനും പഠിപ്പിച്ചിട്ടുണ്ട് അമ്മയാണെന്ന്. ഡെയിലി ഞാൻ ബാത്റൂമിലോട്ട് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും അവളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവളൊരു 5-6 ദിവസം കൊണ്ട് അത് പഠിച്ചിട്ടുണ്ട് കേട്ടോ മമ്മ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ തുറക്കുന്ന സമയത്താട്ടോ പാത്തു എണീറ്റിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മോപ്പും ബക്കറ്റൊക്കെ അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ അവളെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. എണീറ്റ് കഴിഞ്ഞിട്ട് ഉമ്മാനെ തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ അവള്. ഉമ്മ അവൾ ഉണർന്നതിൻ്റെ മുമ്പ് ചായ അടിക്കാന്നുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തായിരുന്നു കേട്ടോ. അപ്പോഴാണ് മറ്റാൾ ഉണർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഉറങ്ങാൻ പോകുമ്പോഴും ഉണർന്ന് വരുമ്പോഴും സലാം പറയാനൊക്കെ ആൾക്കറിയാം. പക്ഷേ എല്ലാം ആളുടെ മൂഡിനനുസരിച്ച് കേട്ടോ അന്നത്തെ ദിവസം പോവുക. അപ്പോൾ ഇന്ന് ആൾക്ക് സലാം കൊടുക്കാനുള്ള മൂഡൊന്നുമില്ല. ആൾക്ക് ദോശ വേണ്ടപ്പോൾ ദോശ വേണമെന്നാട്ടോ പറയുന്നത്. കഴിക്കൊന്നുമില്ല, പക്ഷെ വെറുതെ ചോദ്യം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആളൊന്ന് ഇരുന്ന് വന്നപ്പോൾ ഞാൻ മുടി ഇങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഇത് പല രീതിക്കും പല മോഡലും ആയിട്ടൊക്കെ മാറാറുണ്ട് കേട്ടോ. അപ്പോൾ ആളെ ഫുഡ് കഴിപ്പിക്കാനുള്ള കഷ്ടപ്പാടാണ് കേട്ടോ ഈ കാണുന്നത്. ആൾ തീരെ ഫുഡ് കഴിക്കില്ല കേട്ടോ. ഭയങ്കര മടിയാണ്. ആ ഒരു കോലമാണ് ഈ കാണുന്നത്. ആൾ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു പനി വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പനിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് കേട്ടോ ആൾ തീരെ ഫുഡൊക്കെ കഴിക്കാണ്ടായത്. അങ്ങനെ ആൾ മെലിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വെയിറ്റ് കൂടെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ അത് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ്? മമ്മയാണ്. മമ്മ ആരാണ്? ഈ ഓണം വെക്കേഷൻ വന്നപ്പോഴാട്ടോ ആൾക്ക് കാക്കാനെ നല്ലപോലെ കിട്ടിയിട്ടുള്ളത്. ഒന്നുകിൽ കാക്കാൻ്റെ മേലെ കയറിയിട്ട് കാക്കാനെ ചൂടാക്കുക, അല്ലെങ്കിൽ കാക്ക വന്നിട്ട് അവളെ ചൂടാക്കുക കേട്ടോ. അപ്പോൾ ഏത് രീതിക്കായാലും 2 പേരുടെ ആരെങ്കിലും ഒരാൾ കരച്ചിൽ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവളവിടെ കളിക്കാനാക്കിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുകയാണ് കേട്ടോ. ഞാനും മോനും കൂടിയാണ് ചായ കുടിക്കാനിരിക്കുന്നത്. ചായ കുടിക്കാനിരിക്കുമ്പോൾ എനിക്കൊന്ന് ടി വി ആണ് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാൻ കഴിക്കാറ്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് കൊടുക്കാനുള്ള ഓർഡറാണ് കേട്ടോ. അങ്ങനെ അവൻ ചായ കുടിക്കാനിരിക്കുമ്പോഴും ആൾ വെറുതെ വിടുന്നില്ല കേട്ടോ. അവിടെ വന്നിട്ട് അവൻ്റെ മേലിങ്ങനെ ചാരി കിടക്കണം. ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് കാണാം അവൻ്റെ മടിയിലൊക്കെ ഇതുപോലെ കയറി കിടക്കണം. അവനിപ്പോൾ ഒന്ന് സൈലൻ്റായിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ വെറുതെ അവനെ കയറിയിട്ടൊന്ന് ശല്യം ചെയ്യുക, അതാണ് കേട്ടോ അപ്പോൾ ആളുടെ ഉദ്ദേശം, അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ ഈ ടേബിളിൽ ചെയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ചെയറിൽ കൊത്തിപ്പിടിച്ച് കയറുക, ടേബിളിൽ കയറുക, പിന്നെ നമ്മുടെ റാക്കിൽ കയറുക. ഇപ്പം എല്ലായിടത്തും വലിഞ്ഞ് കയറലാണ് കേട്ടോ അവളുടെ മെയിൻ ഉദ്ദേശം. ഇനിയിപ്പോൾ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം പിടിപ്പിക്കാമെന്ന് പറഞ്ഞാലും കാക്ക കടിയിട്ടുന്ന കാണുമ്പോൾ പാത്തു കരയിട്ടാ. പാത്തുവിന് എന്തെങ്കിലും കരയുന്ന കാണുമ്പോൾ കാക്കയും കരയും. അവർ തമ്മിൽ അങ്ങനെ ഒരു സ്നേഹമാണ് കേട്ടുള്ളത്. അപ്പോൾ തറവാട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഇവിടെയാണ് സദ്യ വരുന്നത്. അമ്മായി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു സദ്യ വെക്കുന്നുണ്ടെന്ന്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ചെറിയ സദ്യ ഒന്നല്ലായിരുന്നു, വലിയ സദ്യ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കൊടുക്കാനുള്ള ഓർഡർ എന്ന് പറയുന്നത് എൻ്റെ കസിൻ്റെ ഇളിയമാക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ
അത് അവളുടെ കയ്യിൽ തന്നെ ഡയറക്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ടേബിൾ കണ്ടപ്പോഴാണ് ചെറിയ സദ്യയല്ല വലിയ സദ്യ തന്നെയാണെന്നുള്ള മനസ്സിലായത്. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അമ്മായി ഉണ്ടാക്കിയത് അടിപൊളിയായിരുന്നു. പാത്തുവിന് വേണ്ടിയിട്ട് ചെറിയ ഇലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പാത്തുവിനെ ഞാൻ ഉറക്കിയിട്ടാണ് വന്നത്. എനിക്കറിയാം ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളൊരു സ്ഥലത്ത് ഇരിക്കില്ല, എന്നെ കഴിക്കാനും സമ്മതിക്കില്ല എന്നുള്ളത്. എനിക്കാണെങ്കിൽ സദ്യ എന്ന് പറയുന്നത് എൻ്റെ വന്നത്ത് ഫേവറേറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിട്ടില്ല. പക്ഷേ ഇത്ര ഐറ്റംസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നുണ്ടെങ്കിലും നമ്മളങ്ങനെ കഴിക്കാൻ വന്നതാണ്. അപ്പോൾ കസിനും ഉണ്ട് കൂടെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് ഫുഡ് കഴിക്കാനിരിക്കുന്നത്. പിന്നെ അവളിവിടെ നേരത്തെ വന്നിട്ട് അമ്മായിനെ ഹെൽപ്പാക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കതിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മേത്തുനിന്ന് പാത്തു മാറിയാൽ തന്നെ കേട്ടോ എനിക്കൊരു ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പാത്തുവിനെ ഇറക്കിയപ്പോൾ ഞാൻ വേഗം ഇങ്ങോട്ട് വന്നതായിരുന്നു. പാത്തുവിനെ വെട്ടിവെച്ച ഇല കേട്ടോ, അത് അവർ കാണിച്ചു തരാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പാത്തുവിനെ ഇലയിലേക്ക് എടുത്തിട്ട് ഫോട്ടോ എടുക്കണം, പക്ഷെ പറ്റിയില്ല, ആൾ ഉറങ്ങിപ്പോയിട്ടാ. ഞാൻ അവൾക്ക് കൊടുക്കാനുള്ള ഓർഡർ കൊടുത്തതാണ്. പിന്നെ ഞാനീ കൊടുക്കുന്ന സ്ക്രഞ്ചി എന്താണെന്ന് വെച്ചാൽ ഇവളായിരുന്നു കേട്ടോ നമ്മുടെ ഇലാറയിൽ നിന്ന് ഫസ്റ്റായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ സ്ക്രഞ്ചീസ് ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഓർഡറിൻ്റെ കൂടെ അവൾക്ക് അന്ന് എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടെ കൊടുത്തതായിരുന്നു ഇപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ അവരെ വിളമ്പാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നേ. വീഡിയോ ആണല്ലോ മുഖ്യമല്ലേ, അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരിതാ ഓരോന്നോരോന്നായിട്ട് ഐറ്റംസ് ഇട്ടായിരുന്നു കേട്ടോ. 15 ഐറ്റംസോളം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായി മക്കളും പിന്നെ എൻ്റെ കസിനും കൂടെ ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ മാരേജ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒന്ന് ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കഴിക്കാനിരിക്കുന്നത്, ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ. എനിക്ക് ഇങ്ങനൊരു ഓണം ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ, 2 വർഷങ്ങൾക്ക് ശേഷം. എന്താ പറയുക, നമ്മളിങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഐറ്റംസൊക്കെയാണ് കേട്ടോ ഇവിടെ അമ്മായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സംഭവം നല്ല അടിപൊളിയായിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും പറയണത് അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഞാൻ ഇത് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേയും ഞാൻ ബാക്കി വന്ന കൂട്ടാനൊക്കെ വീട്ടിലോട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള ഈ വെജിറ്റബിൾ ഐറ്റംസൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ചോറ് കുറച്ചേ കഴിച്ചുള്ളൂ എന്നുണ്ടെങ്കിലും കൂട്ടാനുകളൊക്കെ നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് എല്ലൊക്കെ മടക്കി വെച്ച് പിന്നെ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. പായസം പിന്നെ പറയണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. അത് കൂടുതൽ പറയേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനും മോനും കൂടെ നേരെ പോയത് തിരൂരിലോട്ടായിരുന്നു കേട്ടോ. എന്നും പോകുന്ന പോലെ തന്നെ ഫാമിലിയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇലാറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സുകൾ 2 പീസായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് വന്ന ഓർഡറിൽ അവർക്ക് 3 പീസായിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഷോൾ എടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ആ ഡ്രസ്സിൻ്റെ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. അപ്പം നമ്മളിത് ആ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഷോൾ തപ്പി നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഷോള് അവിടെ എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മെറ്റീരിയൽ. ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു, റെഡിമെയ്ഡ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെഡിമെയ്ഡിൽ കോട്ടണിൽ നമുക്ക് കിട്ടിയതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിന് ലേസും കാര്യങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ഐറ്റംസ് നമുക്ക് അതുപോലെ ചെയ്യാനുണ്ടായിരുന്നു ഓൾട്രേഷന്. അപ്പോൾ അതിനുള്ള ഐറ്റംസും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ വീട്ടിലോട്ട് പോകാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്കൊരു കാജലും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴി ഉപ്പാക്ക് മെഡിസിൻ വാങ്ങിക്കാണ്ടായിരുന്നു. അതും വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേയും ഞാൻ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.